കെ ഭദ്രകുമാർ ഇപ്പോൾ ടി പി ശ്രീനിവാസൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ, ഇറാനകത്ത് പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം റൈസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പലതരത്തിലും അദ്ദേഹം അൺപോപ്പുലർ ആണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ പെൺകുട്ടികളുടേതായി ഉയർന്നു വന്നിട്ടുള്ള സമരങ്ങൾ അതൊക്കെ തന്നെയും വലിയ നിലയിൽ അന്താരാഷ്ട്ര ശ്രദ്ധ തേടിയിരുന്നു. പക്ഷേ ആ സമരങ്ങളെ അടിച്ചമർത്താൻ റൈസിക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള സുപ്രീം ലീഡർക്ക് 85 വയസ്സായി. ഇപ്പോൾ റൈസി തന്നെ പുതിയ സുപ്രീം ലീഡർ ആകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതിനെ ഈ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കേണ്ട സമിതി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ചിലരെങ്കിലും എതിർക്കുന്നു. അത് തമ്മിലുള്ള വാക്തർക്കം അവിടെ നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒന്ന്. നേരത്തെ താങ്കൾ ചർച്ചയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ടി പി ശ്രീനിവാസനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ അർമേനിയ അസർബൈജാൻ പ്രശ്നത്തിൽ ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണല്ലോ താങ്കൾ. അർമേനിയ അസർബൈജാൻ പ്രശ്നത്തിൽ ഇസ്രായേൽ ആയിരുന്നു അസർബൈജാന് ആയുധങ്ങൾ കൈമാറിയിരുന്നത്. ആ നിലയിൽ വലിയ പ്രോഫിറ്റ് ഇസ്രായേൽ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. മേഖലയിൽ ഒരു ഷിയ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും അത് ഇസ്രായേലിനോടായിരുന്നു കുറച്ചുകൂടി ചാഞ്ഞ് നിന്നിരുന്നത്. ഇപ്പോൾ അവിടെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സഹകരണം അസർബൈജാനുമായി ഇറാൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലീഡർഷിപ്പിനെതിരായി പ്രവർത്തിക്കണം എന്ന് അവരെ തോന്നിപ്പിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. പലസ്തീൻ വിഷയമാണ് നമ്മളെപ്പോഴും ആശങ്കപ്പെടുന്നത്. അതിൻ്റെ പേരിൽ മൊസാദ് ചെയ്യുന്ന ഈ പറയുന്ന പ്രത്യേകിച്ച് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഒരേ സമയം തന്നെ കൊല ചെയ്യപ്പെടുന്നു. താങ്കൾ അല്പം മുൻപ് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രസിഡന്റിനേക്കാൾ കൂടുതൽ വലിയ നയതന്ത്രജ്ഞനായി വിദേശകാര്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇറിപ്ലേസബിൾ ആയിട്ടുള്ള ആളായി മാറുന്നു എന്നുള്ളതൊക്കെ തന്നെയും. അപ്പം ഏത് ഘടകമാണ് യഥാർത്ഥത്തിൽ ഇറാൻ കൂടുതലായി പരിശോധിക്കുന്നുണ്ടാവുക? ഇതെല്ലാം സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. നികേഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഇതാണ്. കൗക്കാസസിലെ ഗ്രേറ്റ് ഗെയിം അത് ഇതിലൊരു ഫാക്ടറാണ്. അത് വളരെ ശരിയാണ് നികേഷ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ യുദ്ധം ഉണ്ടായ സമയത്ത് അർമേനിയയും അസർബൈജാനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് അസർബൈജാനെ കൂടുതൽ പിന്തുണ കൊടുത്തത് ടർക്കിയായിരുന്നു, ഇസ്രയേൽ അല്ല. ഇസ്രയേൽ അവിടെ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റീജിയണൽ ഇന്റലിജൻസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് അസർബൈജാനിൽ. അത് കുറേ വർഷങ്ങളായിട്ട് അതവിടെ പ്രവർത്തിക്കുന്നു. അത് അവിടെ പ്രവർത്തനത്തിന് ഫെസിലിറ്റി കൊടുത്തത് അതിന് പലതരത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇസ്രായേൽ അസർബൈജാന് കൈമാറുമായിരുന്നു. ഇന്റലിജൻസ് ഷെയറിങ്ങും ഇത്തരത്തിലുള്ള കാര്യങ്ങളും. അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാഷണാലിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട് ഇറാനുമായിട്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു അസറി പോപ്പുലേഷൻ ഉണ്ട്. ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തും അതും ഒരു അസറി പ്രദേശമാണ്. അപ്പോൾ അത് കാരണം അവർ തമ്മിൽ ഒരു വലിയ ഫ്രിക്ഷൻ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഫാക്ടർ ഉള്ളത്, ഈ 20 കിലോമീറ്റർ ഈ ബോർഡറിന്റെ അടുത്ത് 20 കിലോമീറ്റർ അകലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 20 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മിസൈൽ സ്ട്രൈക്കിന് പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ അവിടുത്തെ ആ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ വടക്കുവശത്ത് അസർബൈജാൻ, പടിഞ്ഞാറ് വശത്ത് കുർഡിസ്ഥാൻ ഈസ് അനദർ സ്ട്രോങ് ഇസ്രായേലി ഇന്റലിജൻസ് സ്റ്റേഷൻ. അവിടെയാണല്ലോ ഇറാൻ അടിച്ചത്, ഒരു ഇസ്രായേലിന്റെ ഇന്റലിജൻസ് സ്റ്റേഷനെ അടിച്ച് തകർത്തത് കുർഡിസ്ഥാനിൽ, എർബിലിൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു സാധ്യതയുള്ളത് ഒരു ഡ്രോൺ അറ്റാക്കോ ഒരു മിസൈൽ സ്ട്രൈക്കോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ സ്ഥിതിയിൽ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അപ്പോൾ അത് വരുമ്പോൾ അത് എല്ലാം വ്യക്തമാകും. ഇതൊക്കെ ഏത് രീതിയിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നതെന്നുള്ളതിലോട്ട് കടക്കുമ്പോൾ അതിൻ്റെ എക്സ്പേർട്സ് ഒപ്പീനിയൻ വരുമ്പോൾ റഷ്യ സഹായിക്കാമെന്ന് ഓഫർ ചെയ്തിരിക്കുകയാണ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാമെന്ന്. അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ വ്യക്തമാകും ഇതിലൊരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാവും. ഈ രണ്ടുപേരും കൂടെ ഒരു ഹെലികോപ്റ്ററിൽ പോകുന്നത് അത് ഒരു പ്രകാരത്തിൽ ഒരു അൺയൂഷ്വലാണ്. തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു കോഡാണിത്. അങ്ങനെ ഒന്നിച്ചു പോരുതെന്നുള്ളത്, തലപ്പത്തുള്ള നേതാക്കൾ ഒന്നിച്ചു പോരുതെന്നുള്ളത്. പക്ഷേ സിയാഉൽ ഹക്കിൻ്റെ അത് കണ്ടോ? സിയാഉൽ ഹക്കിൻ്റെ ആ പ്ലെയിൻ തകർക്കുന്നത് ഒരു അമേരിക്കക്കാർക്ക് പങ്കുണ്ടായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ ഈ ഓപ്പറേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ്
അവരുടെ നിയന്ത്രണം വിട്ട് സിയാഉൽ ഹക്ക് അമേരിക്കൻ അംബാസഡറെയും കൂടെ ക്ഷണിച്ച് ആ വിമാനത്തിൽ കയറ്റിയത്. അത് കാരണം ആ ബ്ലാസ്റ്റിൽ അമേരിക്കൻ അംബാസഡർ മരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് യാദർശികമായിട്ട് ചിലപ്പോൾ ചില സംഭവങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. അതായത് ഈ റൈസി ഫോറിൻ മിനിസ്റ്ററുടെയൊക്കെ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ പറഞ്ഞു കാണും, എൻ്റെ കൂടെ വരും, നമുക്കിരുന്ന് സംസാരിക്കാം ഈ കാര്യം. ആ പ്ലെയിനിൽ ഇതാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറിയിലോട്ട് കടക്കരുതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. Debate with MV Nikesh Kumar.